വയനാടിൻ്റെ പ്രകൃതി ഭംഗി അനഘയുടെ കണ്ണുകൾക്കും മനസ്സിനും ഒരുപോലെ കുളിരേകി. തേയിലത്തോട്ടങ്ങൾ താണ്ടി അവർ ഒരു വലിയ തറവാട് വീട്ടിലേക്ക് പ്രവേശിച്ചു. വിശാലമായ മുറ്റത്തിൻ്റെ ഒരറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾക്കടുത്തേക്ക് കാശി കാറ് കൊണ്ടുപോയി നിർത്തി. എല്ലാവരും കാറിൽ നിന്നിറങ്ങിയിട്ടും അനഘയ്ക്ക് ഇറങ്ങാൻ വല്ലാത്ത സങ്കോചം തോന്നി. അനഘയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഭവാനി അവളുടെ കൈപിടിച്ച് പുറത്തേക്കിറക്കി. കാറിൽ നിന്നും ഇറങ്ങിയ അനഘ ചുറ്റും നോക്കി. കാശിയുടെ വീടിനേക്കാൾ ഒരു 2 ഇരട്ടി വലിപ്പമുണ്ട് ആ തറവാട്. അതുപോലെ തന്നെ പഴക്കവും. മുറ്റത്തൊരു തുളസി തറയുണ്ട്. അവിടുത്തെ ശാന്തമായ അന്തരീക്ഷവും തണുത്ത കാറ്റും എത്ര ക്ഷീണമുള്ള ദേഹത്തിനും ഒരു ഉണർവ് നൽകും. അനഘ ചുറ്റുപാട് നോക്കുമ്പോഴാണ് തറവാടിനകത്ത് നിന്നും കുറച്ചു പേര് അവരെ സ്വീകരിക്കാനെന്നോണം പുറത്തേക്ക് വന്നത്. ലച്ചൂട്ടി. ഭവാനി അനഘയെയും കൂട്ടി അവരുടെ അടുത്തേക്ക് നടന്നു. ഇതാണല്ലേ ലച്ചു? അവരുടെ കൂടെയുള്ള പ്രായമായ ഒരു സ്ത്രീ ഭവാനിയോട് ചോദിച്ചു. പ്രായം അവരുടെ ശരീരത്തിൽ ചുളിവുകൾ വീഴ്ത്തിയെങ്കിലും അവരുടെ പ്രൗഢിക്കൊരു കുറവും വന്നിരുന്നില്ല. കാശിയുടെ മുത്തശ്ശി അതാവുമെന്ന് അനഘയ്ക്ക് തോന്നി. അതേ അമ്മേ. മോളിങ് അടുത്തേക്ക് വന്നേ. അവർ അനഘയെ അടുത്തേക്ക് വിളിച്ചു. സേതുവും ഭവാനിയും വിളിക്കുമ്പോഴേ എപ്പോഴും പറയും മോളെ കാര്യം. കാണാൻ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതാ ഇവർ വരുമ്പോൾ മോളെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അനഘയുടെ തലയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. പുതിയ ആളെ കിട്ടിയപ്പോൾ നമ്മളെ ഒന്നും നോക്കുന്ന കൂടെ ഇല്ല അല്ലേ വിച്ചു? അതെ, നമ്മളെ ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ. എൻ്റെ കുട്ടിയോളെ ഞാൻ മറക്കോ? വന്നേ രണ്ടാളും. മുത്തൂസേ. കാശിയും വിച്ചുവും അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ പുണർന്നു. ഏഴത്തി. മുത്തശ്ശിയുടെ കൂടെ നിന്ന് സ്ത്രീ ഭവാനിയുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു. വാ മോളെ. അവർ അനഘയ്ക്കടുത്തേക്ക് ചെന്ന് അവളുടെ കവിളിൽ സ്നേഹത്തോടെ തലോടി. അവർ തറവാട്ടിലേക്ക് കയറി. കാശിയുടെ വീട് ആ തറവാടിൻ്റെ ചെറിയൊരു പതിപ്പാണെന്ന് അനഘയ്ക്ക് തോന്നി. തറവാടിൽ അങ്ങേ തലക്കേ റൂമിലായിരുന്നു അനഘ കൊടുത്തത്. അതിൻ്റെ എതിർഭാഗത്ത് കാശിയുടെ മുറിയും വിച്ചുവിൻ്റേത് അനഘയുടെ തൊട്ടടുത്ത മുറിയും. അനഘ റൂമിൽ കയറി പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി അടുക്കളയിലേക്ക് ചെന്നു. സ്ത്രീജനങ്ങളെല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണം ഒരുക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. മോൾ ഇത്ര പെട്ടെന്ന് കുളി കഴിഞ്ഞ് വന്നോ? ക്ഷീണമുണ്ടെങ്കിൽ കിടന്നൂടായിരുന്നോ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. വാ, ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. ഭവാനി അനഘയെ കൂട്ടി അവിടെയുള്ള ചെറിയ ടേബിളിനടുത്തേക്ക് നടന്നു. അവിടെ നേരത്തെ കണ്ട മുത്തശ്ശിയല്ലാതെ അവരുടെ ഏകദേശം അതേ പ്രായത്തിലുള്ള 2 പേര് പച്ചക്കറി അരിയുന്നുണ്ടായിരുന്നു. ഇത് സേതുവേട്ടൻ്റെ അമ്മ കൗസല്യ. ഇത് ഏട്ടൻ്റെ ചെറിയച്ഛൻ്റെ ഭാര്യ ഗൗരി. ഇത് വേറൊരു ചെറിയച്ഛൻ്റെ ഭാര്യ രമ. പിന്നെ ഇത് സേതുവേട്ടൻ്റെ അനിയൻ്റെ ഭാര്യ ഗീത. അനഘ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴാണ് രമ അനഘയുടെ കൈകൾ കൊണ്ട് എന്തൊക്കെയോ ആംഗ്യം കാണിക്കുന്നത് കണ്ടത്. മോളെ പേരെന്താ എന്ന് ചോദിക്കുകയാണ്. ചേച്ചിക്ക് സംസാരിക്കാനാവില്ല. അനഘ പേര് പറഞ്ഞു കൊടുത്തു. അവരവളെ അടുത്തിരുത്തി തലോടി. അനഘ അവരുടെ കൂടെ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിച്ചു. ഭക്ഷണം കഴിച്ചൊന്ന് മയങ്ങി എഴുന്നേറ്റപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. അനഘ പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് കരുതി റൂമിൽ നിന്നിറങ്ങി. വെളിയിലേക്ക് നടക്കുന്നതിനിടയിലാണ് കാശിയുടെ റൂമിൽ നിന്നും അവൻ പാടുന്നത് കേട്ടത്. അവളുടെ കാലുകൾ അവൻ്റെ റൂമിന് ലക്ഷ്യമാക്കി ചലിച്ചു. ഒരു ട്രാക്ക് പാൻറ്റും ബനിയനും ഇട്ട് കട്ടിൽ കിടക്കുകയായിരുന്നു അവൻ. ചുണ്ടിൽ പഴയ ഏതോ ഗസലിൻ്റെ വരികൾ മൂളുന്നുണ്ടായിരുന്നു. അവൻ്റെ സ്വരമാധുരിയിൽ ലയിച്ചനഘ നിന്നു. ഇടയ്ക്ക് കാശിയുടെ നോട്ടം വാതിനടുത്തെത്തിയപ്പോഴാണ് അനഘ നിൽക്കുന്നത് കണ്ടത്. ലക്ഷ്മി, താനെന്താടോ പുറത്തു നിൽക്കുന്നത്? കയറി വാ. എന്താ ഡോക്ടറെ, ഒരു പാട്ടൊക്കെ? അനഘ ചിരിയോടെ ചോദിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി. ചുമ്മാ. ആ മുറിയിൽ മുല്ലപ്പൂക്കളുടെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ജനലുകളുടെ പടർന്നു കയറിയ മുല്ലവള്ളികൾ കണ്ടു. എൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്ന മുറിയായത്. ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെയാ കിടക്കാറ്. അനഘ നോക്കുന്നത് കണ്ട് കാശി പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച് ആ ജനലഴികൾക്കടുത്തേക്ക് ചെന്നു. തനിക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ? നമുക്ക് തൊടിയിലൊക്കെ ഇറങ്ങി ഒന്ന് ചുറ്റിക്കണ്ടാലോ? കാശി ചോദിച്ചതും അനഘ സമ്മതമെന്ന അർത്ഥത്തിൽ തലയാട്ടി. വിച്ചു നല്ല ഉറക്കമായതിനാൽ അവളെ ശല്യപ്പെടുത്താതെ അനഘ കാശിയുടെ കൂടെ പുറത്തേക്കിറങ്ങി. തൊടിയിലും മറ്റും കാഴ്ചകൾ കണ്ട് അവർ പിന്നെ എത്തിയ ഒരു അസ്ഥിത്തറയ്ക്ക് മുന്നിലായിരുന്നു. അമ്മയാ. അനഘ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു. അപ്പോൾ അവരെ തലോടിക്കൊണ്ട് കടന്നുപോയ കാറ്റിന് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരുന്നു. അവിടെ നിന്നും തറവാട്ടിലേക്ക് നടക്കുമ്പോഴാണ് തറവാടിൻ്റെ വലതുഭാഗത്തായി നിൽക്കുന്ന മാവ് അനഘയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ നിറയെ മാങ്ങകൾ ഉണ്ടായിരുന്നു. അനഘയ്ക്ക് അത് കാണി കഴിക്കാൻ കൊതിയായി. കാശി സംസാരിച്ച് നടക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും ഒരു മറുപടിയില്ലാത്തതിനാൽ തിരിഞ്ഞു നോക്കിയതായിരുന്നു.
അപ്പോഴാണ് അനഘ മാവിന് മുകളിലേക്ക് നോട്ടമെറിഞ്ഞു നിൽക്കുന്നത് കാശി കണ്ടത്. അവൻ തിരികെ അവളുടെ നേരെ നടന്നു. എന്താട്ടോ നോക്കുന്നത്? മാങ്ങ വേണോ? ഏയ്, ഞാൻ വെറുതെ കണ്ടപ്പോൾ നോക്കിയതാണ്. ലക്ഷ്മി, കള്ളം പറയല്ലേ. വേണ്ടിയിരുന്നു, പക്ഷേ എങ്ങനെ കിട്ടും? അതിനൊക്കെ വഴിയുണ്ട് മോളെ. അതും പറഞ്ഞ് കാശി മാവിനടുത്തേക്ക് നടന്നു. അനായാസമായി കാശി മാവിന് മുകളിലേക്ക് കയറുന്നത് കണ്ട് അനഘ വായും തുറന്നു നിന്നു. വാ പൊളിച്ച് നിൽക്കാതെ ഷോള് നിവർത്തി പിടിക്ക്, ഞാൻ പറിച്ച് അതിലേക്കിടാം. അനഘ നോക്കി നിൽക്കുന്നത് കണ്ട് കാശി പറഞ്ഞു. അവൾ വേഗം ചുരിദാറിൻ്റെ ഷോൾ ഒരു വശം നിവർത്തി പിടിച്ചു. കാശി കുറച്ചെണ്ണം പറിച്ച് അതിലേക്കിട്ട് താഴേക്കിറങ്ങി. അനഘ കത്തിയെടുക്കാൻ പോവാമെന്ന് പറഞ്ഞതും കാശി അവളുടെ കയ്യിൽ പിടിച്ചു. അവനൊരു കല്ലിൻ്റെ അടുത്തേക്ക് ചെന്ന് മാങ്ങ എറിഞ്ഞ് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി അനഘയ്ക്ക് കൊടുത്തു. അവൾ അതിലൊരെണ്ണം എടുത്ത് കടിച്ചതും മാങ്ങയുടെ പുളിപ്പ് കാരണം അവൾ കണ്ണടച്ചു. അനഘയുടെ മുഖഭാവം കണ്ടതും കാശി ചിരിച്ചു. അവൾ അവനെ നോക്കി മുഖം കൂട്ടി ബാക്കി കഴിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും വിച്ചുവും വന്ന് അവരുടെ കൂടെ ചേർന്നു. സന്ധ്യ കഴിഞ്ഞതും ഭവാനി അനഘയെ തറവാടിനുള്ളിൽ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി. താഴെ കണ്ടു കഴിഞ്ഞ് അവർ മുകളിലേക്ക് കയറി. മുകളിലെത്തിയതും കാണുന്ന നീളമുള്ള വരാന്തയായിരുന്നു. അവിടെ ചുമരിൽ തറവാട്ടിലെ കാരണവന്മാരുടെയും മറ്റും ചിത്രങ്ങൾ വെച്ചിരുന്നു. ഭവാനി അനഘയ്ക്ക് അവരെയൊക്കെ കാണിച്ചു കൊടുത്തു. ഏറ്റവും അവസാനമുള്ളത് ഒരു കുടുംബ ചിത്രമായിരുന്നു. അതിൽ നോക്കിക്കൊണ്ട് നിൽക്കെ മെടഞ്ഞിട്ട് മുടി രണ്ടും മുന്നിലേക്കിട്ട് മുഖത്തൊരു പുഞ്ചിരിയുമായി നിൽക്കുന്ന 18 വയസ്സ് തോന്നിയ ഒരു പെൺകുട്ടിയിൽ അനഘയുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. എന്തു പറ്റി മോളെ? അനഘയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് ഭവാനി ചോദിച്ചു. അമ്മ. അനഘ പെൺകുട്ടിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ലച്ചു, മോളപ്പോ ഞങ്ങളുടെ വീണയുടെ മകളാണോ? ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം ഭവാനി അനഘയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അനഘ അതേ എന്നർത്ഥത്തിൽ തലയാട്ടി. അത് കേട്ടതും ഭവാനി അനഘയുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടി. എൻ്റെ ഈശ്വര, ഇത്ര അടുത്ത് മോളുണ്ടായിട്ടും അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ. ഭവാനി അവളെ മാറിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. മോള് വന്നേ, നമുക്ക് താഴേക്ക് പോവാം. അനഘയുടെ കൈ പിടിച്ച് ഭവാനി താഴേക്കിറങ്ങി. അനഘയ്ക്ക് എന്താ ചുറ്റിലും നടക്കുന്നെന്ന് കൃത്യമായി മനസ്സിലായില്ല എങ്കിലും താൻ തനിക്ക് വേണ്ടപ്പെട്ട ആരൊക്കെയോ ആണ് തനിക്ക് ചുറ്റുമുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സേതുവേട്ട, അമ്മേ, എല്ലാവരും ഒന്ന് വന്നേ. താഴെ എത്തിയതും ഭവാനി എല്ലാവരെയും ഉറക്കെ വിളിച്ചു. അവരുടെ മുഖത്തെ സന്തോഷം വാക്കുകളിലും നിറഞ്ഞു നിന്നിരുന്നു. ഭവാനിയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു. എന്താ എന്താ അമ്മേ? പറയാടാ, രമമ്മ എവിടെ? അവൾ കിടക്കുകയാ. എന്താ കാര്യം മോളെ? പറയാമ്മേ, ഞാൻ പോയി രമമ്മയെ വിളിച്ചിട്ട് വരാം. നിനക്കെന്താടോ ഇത്ര സന്തോഷം? വല്ല നിധിയും കിട്ടിയോ നിനക്ക്? ആ, കിട്ടി സേതുവേട്ട. എനിക്ക് മാത്രമല്ല, ഇവിടുള്ള എല്ലാവർക്കും കൂടെ കിട്ടിയ നിധിയാ. പോകുന്ന പോക്കിൽ ഭവാനി പറഞ്ഞു. ആരും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. നിന്റെ അമ്മയ്ക്ക് എന്തു പറ്റിയടാ? ആവോ, ആർക്കറിയാം. ഭവാനി തിരിച്ചു വരുമ്പോൾ കൂടെ രമമ്മയും ഉണ്ടായിരുന്നു. അവരുടെ കൈവിടാതെ തന്നെ ഒരു കൈ കൊണ്ട് സേതുവിൻ്റെ കൈയും പിടിച്ച് അനഘയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഇതാരാണെന്ന് അറിയുമോ? രമമ്മയ്ക്കും സേതുവേട്ടനും? ഭവാനി ചോദിച്ചത് കേട്ട് എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു. ലച്ചു, നമ്മുടെ അമ്മൂൻ്റെ മോള സേതുവേട്ട. ഇത് കേട്ടതും രമ നിറഞ്ഞ കണ്ണുകളോടെ ഭവാനിയെ നോക്കി. അതേ രമമ്മേ, അമ്മയുടെ കൊച്ചുമോൾ തന്നെയാ ഈ നിൽക്കുന്നത്. രമ പതിയനെ അനഘയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ മുടിയിലും മുഖത്തും തലോടി. അവളുടെ മുഖത്ത് ചുംബനങ്ങൾ നൽകിയൊരു കരച്ചിലോടെ അവളെ പുണർന്നു. ഒരു വാക്കുപോലും മിണ്ടാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ഓരോ തലോടിലും അവരുടെ സ്നേഹവും വാത്സല്യവും നിറഞ്ഞു നിന്നിരുന്നു. അതുവരെ അനഘയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്ന സേതു അവരുടെ അടുത്തേക്ക് നടന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഭവാനി, ലച്ചുമോളോട് വല്ലാത്തൊരു ആത്മബന്ധം തോന്നുന്നുണ്ടെന്ന്. ഇവളെ കാണുമ്പോഴൊക്കെ അമ്മൂനെ ഓർമ്മ വരുന്നുണ്ടെന്ന്. സേതുവിൻ്റെ വാക്കുകൾ കേട്ട് ഭവാനി കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരെ നോക്കി തല ചലിപ്പിച്ചു. സേതു അനഘയുടെ നെറ്റിയിൽ ചുണ്ടുകൾ പതിപ്പിച്ചു. കൗസല്യയും ഗൗരിയും ഗീതവും വന്ന് അനഘയെ പുണർന്നു. കാശിയും വിച്ചുവും ഇതെല്ലാം കണ്ട് സന്തോഷിച്ചു. അനഘ അവരുടെ എല്ലാം സ്നേഹത്തിന് മുന്നിൽ സ്വയം മറന്നു നിൽക്കുകയായിരുന്നു. അവൾക്കിതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും നാൾ ആരോരുമില്ലാതിരുന്നവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ സ്വന്തമെന്ന് പറയാൻ ഒരുപാട് പേര് ലഭിച്ചത് അവളെ തെല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. രമ അനഘയെ നോക്കി ആംഗ്യത്തിൽ എന്താന്ന് ചോദിച്ചു. അമ്മു എവിടെയെന്നാ ചോദിച്ചത്. അമ്മയും അച്ഛനും ഒരു ആക്സിഡൻറ്റിൽ. അനഘ മുഴുവനാക്കാതെ പറഞ്ഞു നിർത്തി. രമ മുഖം പൊത്തി കരഞ്ഞു. അമ്മമ്മ കരയല്ലേ? അനഘ അവരെ പുണർന്നുകൊണ്ട് പറഞ്ഞു. ഏറെ നേരത്തിനു ശേഷം അവരുടെ കരച്ചിൽ പുറത്തു വന്നു. ആരാ അച്ഛ? ലച്ചു ചേച്ചിയുടെ അമ്മ.
എല്ലാം ഒന്ന് ശാന്തമായ ശേഷം വിച്ചു സേതുവിനോടായി ചോദിച്ചു. സേതു അനഘയെ ഒന്ന് നോക്കി. അവളുടെ മുഖത്തും ആകാംക്ഷ ഉണ്ടായിരുന്നു. സേതു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു തുടങ്ങി. പുത്തേടത്ത് ശങ്കരനും സുമംഗലയ്ക്കും 2 ആൺമക്കളായിരുന്നു, ഗണേശനും രവീന്ദ്രനും. ഗണേശൻ തറവാട്ടിലെയും മറ്റും കാര്യങ്ങളുമായി നടന്നപ്പോൾ രവീന്ദ്രൻ ബിസിനസ്സിൽ താല്പര്യം പ്രകടിപ്പിച്ചു. ഈ കാര്യം അച്ഛനോടും ചേട്ടനോടും പറഞ്ഞപ്പോൾ അവർ പൂർണ്ണ പിന്തുണ നൽകി. ആദ്യം പരാജയം നേടേണ്ടിയും വന്നെങ്കിലും പതിയെ പതിയെ രവീന്ദ്രൻ്റെ ബിസിനസ് വളർന്നു വന്നു. ചേട്ടനോട് ബിസിനസ്സിൽ പങ്കാളിയാവാൻ രവീന്ദ്രൻ ഒരുപാട് പറഞ്ഞിരുന്നുവെങ്കിലും ഗണേശൻ അത് സ്നേഹത്തോടെ നിരസിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഗണേശനും രവീന്ദ്രനും വിവാഹം കഴിച്ചു. ഗണേശൻ ഭാര്യ ശങ്കരിക്കും 2 മക്കൾ ജനിച്ചു, മാധവനും ബാലനും. രവീന്ദ്രൻ ഭാര്യ വിലാസിനിക്കും ഒരു മകനും, പ്രതാപൻ. മാധവനും പ്രതാപനും ഒരേ പ്രായക്കാരായിരുന്നു. കുറുമ്പും കുസൃതിയും മാധവനായിരുന്നു കൂടുതൽ. കാലങ്ങൾ കഴിഞ്ഞു. മാധവനും പ്രതാപനും വളർന്നു വന്നു. പ്രതാപൻ അച്ഛൻ്റെ പാതയിലൂടെ തന്നെ സഞ്ചരിച്ചു. അച്ഛനേക്കാൾ ബുദ്ധിയും കഴിവുമുള്ള പ്രതാപൻ ബിസിനസ് ഏറ്റെടുത്തതോടെ കൂടുതൽ മുന്നേറാൻ കഴിഞ്ഞു. ബിസിനസ് വളരാൻ തുടങ്ങിയതു മാധവന് പ്രതാപനോടുള്ള സമീപനത്തിൽ മാറ്റം വരാൻ തുടങ്ങി. തന്നേക്കാൾ മുന്നിലെത്തിയവനോടുള്ള അസൂയയും സ്വത്തുക്കളോടുള്ള ആർത്തിയും മാധവനെ മറ്റൊരാളാക്കി മാറ്റി. തൻ്റെ ദേഷ്യവും ഇഷ്ടക്കേടും മാധവൻ പുറമേ കാണിച്ചില്ല എങ്കിലും പ്രതാപനെ വീഴ്ത്താനുള്ള പല വഴിയും അവൻ നോക്കിയിരുന്നു. പക്ഷേ ഒന്നിലും പ്രതാപൻ വീണില്ല. അങ്ങനെ മാധവനും പ്രതാപനും വിവാഹപ്രായമായി. മാധവൻ കൗസല്യയെയും പ്രതാപൻ രമയെയും വിവാഹം ചെയ്തു. മാധവന് സേതുവും സതീശനും ശിവരാമനും ജനിച്ചു കഴിഞ്ഞ ശേഷമാണ് പ്രതാപന് ഒരു കുഞ്ഞ് ജനിച്ചത്, വീണ. തറവാട്ടിലെ ആദ്യത്തെ പെൺകുഞ്ഞ് ആയതിനാൽ എല്ലാവർക്കും അവളോട് പ്രത്യേക സ്നേഹമായിരുന്നു. സേതുവിനാകട്ടെ അവൻ്റെ അമ്മൂട്ടിയെ ജീവനും. അവൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റായിരുന്നു കുഞ്ഞ് വീണ ഉറങ്ങിയിരുന്നത്. ഇതിനിടയിൽ ബാലൻ ഗൗരിയെ വിവാഹം ചെയ്തു. അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല. മാധവൻ്റെ ഇളയ മകൻ ശിവരാമൻ ഒരു മാനസിക വിഭ്രാന്തിയുള്ള കുട്ടിയായിരുന്നു. വേണിയെപ്പോഴും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനാൽ അവൾക്ക് അവനെ പേടിയായിരുന്നു. വേണിക്ക് 5 വയസ്സായപ്പോഴായിരുന്നു പ്രതാപൻ അറ്റാക്ക് മൂലം മരിച്ചത്. മാധവൻ പ്രതാപൻ്റെ സ്വത്തുക്കളൊക്കെ മകളുടെ പേരിലാണ് എഴുതി വെക്കാൻ കരുതിയിരുന്നെങ്കിലും പ്രതാപൻ മകളുടെയും മക്കൾ ജനിച്ച പോകുന്ന കുഞ്ഞിൻ്റെയും പേരിൽ വിൽപത്രം എഴുതി വെച്ചിരുന്നു. വീണയ്ക്ക് 18 വയസ്സാവുന്നതുവരെ മാധവന് നോക്കി നടത്താമെന്ന് പറഞ്ഞ് പവർ ഓഫ് അറ്റോർണിയും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാലങ്ങൾ കടന്നു. വീണയ്ക്ക് 18 വയസ്സ് പൂർത്തിയായി. ഇതിനിടെ സേതുവിൻ്റെയും സതീശൻ്റെയും വിവാഹം കഴിഞ്ഞു. സേതുവിന് കാശി ജനിച്ച അവന് 3 വയസ്സായി. സതീശന് ഇരട്ട കുട്ടികളും, അബിയും സായിയും. ഇരുവർക്കും 1 വയസ്സായി. മാധവന് ശിവരാമനെ കൊണ്ട് വീണയെ വിവാഹം ചെയ്യിക്കാൻ ചിന്തിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വത്തുക്കൾ ഒരിക്കലും കൈവിട്ടു പോകില്ലല്ലോ. എന്നാൽ ഇതിനെ സേതു ശക്തമായി എതിർത്തു. വീണയെ ഒരിക്കലും ശിവരാമനെ കൊണ്ട് വിവാഹം ചെയ്യിക്കില്ല എന്ന് മാധവനോട് വെല്ലുവിളി നടത്തി. സേതുവിൻ്റെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് തന്നെ മാധവൻ അവന് മുന്നിൽ അടങ്ങിയതായി നിന്നു. ഫാക്ടറിയിൽ മനഃപൂർവ്വം തൊഴിലാളി പ്രശ്നമുണ്ടാക്കി സേതുവിനെ മാധവൻ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. ഒരാഴ്ച കഴിഞ്ഞ് സേതു തിരിച്ചു വരുന്നു എന്ന് കണക്ക്. ആ സമയത്തിനുള്ളിൽ വീണയുടെയും ശിവരാമൻ്റെയും വിവാഹം നടത്താമെന്നും തീരുമാനിച്ചു. സേതുവിനോട് ഈ വിവരം പറയുന്നതെന്ന് വീട്ടുകാരോട് പറഞ്ഞു. മാധവനോടുള്ള പേടി കാരണം ആരും സേതുവിനെ ഒരു വിവരവും അറിയിച്ചില്ല. രമയ്ക്ക് കരയാനല്ലാതെ മറ്റൊന്നിനും സാധിച്ചില്ല. പറഞ്ഞതിലും നേരത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സേതു വീട്ടിലേക്ക് തിരിച്ചു. ഇവരുടെ വിവാഹ ദിവസമാണ് അവൻ അവിടെ എത്തിയത്. ശിവരാമനുമായിട്ടുള്ള കല്യാണത്തിൻ്റെ തലേന്ന് വീണ അവൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ഒളിച്ചോടിയെന്ന വിവരമായിരുന്നു സേതുവിന് ലഭിച്ചത്. സേതുവിൻ്റെ ദേഷ്യം മുഴുവൻ മാധവനോടായിരുന്നു. അവൻ അയാളോട് ഒരുപാട് കലഹിച്ചു. ശിവരാമനുമായിട്ട് മാധവന് വിവാഹം ആലോചിച്ചപ്പോൾ തന്നെ വീണ സേതുവിനോട് തനിക്കൊരാളെ ഇഷ്ടമാണെന്നും കൃഷ്ണൻ എന്നാണ് പേരുമെന്നും പറഞ്ഞിരുന്നു. അന്ന് വിശദമായി ഒന്നും ചോദിക്കാൻ കഴിയാതെ പോയതിൽ സേതുവിന് അവനോട് തന്നെ ദേഷ്യം തോന്നി. വീണയെ ഒരുപാട് അന്വേഷിച്ചെങ്കിലും അവരെക്കുറിച്ച് ഒരറിവും കിട്ടിയിരുന്നില്ല. പതിയെ അമ്മുവിനെ എല്ലാവരും മറക്കാൻ ശ്രമിച്ചു. സേതുവിൻ്റെയും രമയുടെയും മനസ്സിൽ അവൾ ഒരു നോവായി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. മാധവന് തളർവാദം വന്ന് വലതുവശം തളർന്ന് കിടപ്പിലായി. വർഷങ്ങളോളം അതേ കിടപ്പ് കിടന്ന് പിന്നീടാണ് മാധവൻ മരണപ്പെട്ടത്. അതിനിടയിൽ തന്നെ സേതു വേറെ വീട് വെച്ച് മാറി താമസിക്കാൻ തുടങ്ങിയിരുന്നു. സേതു പറഞ്ഞു നിർത്തി.